Hi friends, welcome to lesson 3.26 in professional business skills. In this lesson, we will try to understand technologies and concepts related to big data. ബിഗ് ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജികൾ എന്തെല്ലാമാണ്? ബിഗ് ഡാറ്റയുമായി നമ്മൾക്ക് അടുത്ത് ഇടപഴകുന്ന അല്ലെങ്കിൽ ബിഗ് ഡാറ്റ ഉപയോഗിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ഡാറ്റ ഉപയോഗപ്പെടുത്തുന്ന ടെക്നോളജീസ്, കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ ടെക്നോളജീസ് റിലേറ്റഡ് ടു ബിഗ് ഡാറ്റ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കും നമ്മളുടെ ഈ ലെസൺ കടന്നു പോകുന്നത്. ആദ്യത്തേത് ബിസിനസ് ഇന്റലിജൻസ്. വളരെ സർവ്വസാധാരണമായ ഒരു കാര്യമാണ് ബിസിനസ് ഇന്റലിജൻസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ പല ആവർത്തി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഡാറ്റ അനാലിസിസിന്റെ പർപ്പസ് തന്നെ നമുക്ക് ബിസിനസ് ഇന്റലിജൻസ് ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് സാധാരണ കയ്യിൽ കിട്ടുന്ന ഒരു വലിയ സെറ്റ് ഓഫ് റോ ഡാറ്റ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾക്ക് അതിൽ നിന്ന് അറിവ്, നോളജ്, ഇൻഫർമേഷൻ എടുക്കാൻ സാധിക്കുന്ന ഒരു സിദ്ധാന്തത്തിനാണ് നമ്മൾ ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു വലിയ സെറ്റ് ഓഫ് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നു, നമ്മൾ അതിനെ വേണ്ട രീതിയിൽ സോർട്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, അതിനുശേഷം അതിൽ അനാലിസിസ് നടത്തുന്നു. നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ ഇന്റലിജൻസ്, അതായത് നമ്മുടെ ബിസിനസ്സിന് വേണ്ട ഉൾക്കാഴ്ച, എങ്ങനെ നമ്മൾക്ക് ഒരു തീരുമാനം എടുക്കണം എന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഡാറ്റ അനാലിസിസിലൂടെ ലഭിക്കുന്നു. ഇതിനാണ് നമ്മൾ ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഡാറ്റ, കഴിഞ്ഞ കാല ചരിത്രത്തിലെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് എങ്ങനെ പോകണം, എന്തൊക്കെയായിരിക്കണം നമ്മൾ തീരുമാനമെടുക്കേണ്ടതിൽ കൺസിഡർ ചെയ്യേണ്ട ഘടകങ്ങൾ, ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഡാറ്റയുടെ അനാലിസിസ് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ബിസിനസ്സിന് വേണ്ട മാർഗനിർദ്ദേശം, ഗൈഡൻസ്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട ഇൻപുട്സ് നമുക്ക് ഡാറ്റ അനാലിസിസിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇതിനാണ് നമ്മൾ പറയുന്നത് ബിഗ് ഡാറ്റ ഹെൽപ്സ് ഇൻ ജനറേറ്റിംഗ് ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ചില പ്രത്യേക രീതിയിലുള്ള ചില സർവേകളിൽ നമ്മൾക്ക് ബിഗ് ഡാറ്റ പ്രകാരം നമ്മൾ ഡാറ്റ ധാരാളം എടുത്തു കഴിഞ്ഞ് അതിലേക്ക് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില സിനാരിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആൽഗോറിതംസ് ആണ്. നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് വളരെ പ്ലെയിൻ ലാംഗ്വേജിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാൻ സാധിക്കില്ല. നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡാറ്റയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്യുന്നു, അതിൽ നിന്ന് ചില ഇൻഫറൻസസ് നമ്മൾ എടുക്കുന്നു. സാധാരണഗതിയിൽ ഇത് കൂടുതലും നടക്കുന്നത് അഭിപ്രായ സർവേകൾ, ഇലക്ഷന് ശേഷമുള്ള അഭിപ്രായ സർവേകളിലാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതുപോലെ സെൻസസിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരുപാട് വലിയ എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് കിട്ടുന്നു, അതിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് നടത്തുന്നു, അതിൽ നിന്ന് നമുക്ക് ചില ഫൈൻഡിങ്സ് നമുക്ക് ലഭിക്കുന്നു. ഇതിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് റിലേറ്റഡ് ടു ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ആദ്യത്തേത് നമ്മൾക്ക് ബിസിനസ് ഇന്റലിജൻസ്. നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായ ഇൻപുട്സ് നമ്മൾക്ക് എടുക്കുന്നതിന് വേണ്ടി, തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് നമ്മൾ ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. റോ ഡാറ്റയിൽ നിന്ന് നമുക്ക് ബിസിനസ് ഇന്റലിജൻസ് ജനറേറ്റ് ചെയ്യാം. രണ്ടാമത്തേത്, റോ ഡാറ്റയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് നടത്തുന്നത് വഴി ചില ഫലങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു, ചില റിസൾട്ട്സ് നമുക്ക് കിട്ടുകയാണ്. ഇത് കൂടുതലും നമ്മൾ അഭിപ്രായ സർവേയിൽ, അതുപോലെ സെൻസസിൽ ഒക്കെ നമുക്ക് ചില റിസൾട്ട്സ് നമുക്ക് കിട്ടുകയാണ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറീസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ചില ഫലങ്ങൾ കിട്ടുന്നു. നമ്മൾക്ക് അഭിപ്രായ സർവേയിൽ പലപ്പോഴും നമുക്ക് കാണാമല്ലേ, ഇന്ന ആൾക്ക് മുൻതൂക്കം, ഇന്ന ആൾക്ക് മുൻതൂക്കമില്ല. വോട്ട് ചെയ്ത എല്ലാവരുടെയും അഭിപ്രായം അവരവിടെ എടുക്കുന്നില്ല. വോട്ട് ചെയ്ത ചില ആൾക്കാരിൽ ഒരു സാമ്പിൾ എടുത്തിട്ട് അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അവർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ചില ഫൈൻഡിങ്സിലേക്ക് എത്തുന്നതിന് റോ ഡാറ്റയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയാൽ നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നു. അടുത്തത് വരുന്നത് ഡാറ്റ മൈനിങ്. ഡാറ്റ മൈനിങ് നമ്മൾ മുൻപും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വാസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റ കിട്ടി, അതിൽ നിന്ന് നമ്മൾ ആ ഡാറ്റയിൽ നിന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിച്ച് നമ്മൾ ചില പാറ്റേൺസ്, ചില ട്രെൻഡ്സ്, ചില കാര്യങ്ങൾ തമ്മിലുള്ള കോറിലേഷൻ നമ്മൾ കണ്ടെത്തുന്നു. പുറമേക്ക് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ ആ ഡാറ്റയിൽ അത് കാണില്ലായിരിക്കും, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി, അതുകൊണ്ടാണ് ഇതിന്റെ മൈനിങ് എന്ന് പറയുന്നത്. വളരെ എലാബറേറ്റ് ആയിട്ട്, ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ചില കാര്യങ്ങൾ തമ്മിൽ ഒരു കോറിലേഷൻ കാണാം. ചില വസ്തുക്കൾ തമ്മിൽ നമുക്ക് ഒരു കോറിലേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില പാറ്റേൺസ് നമുക്ക് കാണാം. എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ മാസത്തിൽ സെയിൽസ് കൂടുന്നത് കാണാം, ചില പർട്ടിക്കുലർ മാസങ്ങളിൽ സെയിൽസ് കുറയുന്നത് കാണാം. ഒരു 5 വർഷം എടുക്കുമ്പോഴാണ് നമുക്കത് വിശദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ വർഷവും ഇത് തന്നെയാണല്ലോ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ അതിന്റെ റീസൺസ് തേടി നമ്മൾ പോകുന്നു. റീസൺസ് തേടി നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നു ചില കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ചില കാര്യങ്ങൾ നടക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾക്ക് വേനൽ മാസങ്ങളിൽ
നമ്മൾക്ക് എന്തുകൊണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ സെയിൽസ് കൂടുന്നു? വളരെ നാച്ചുറലായി നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഇരുന്നാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഒരുപക്ഷെ കൊക്കക്കോള കമ്പനിയുടെ വിദേശത്തിരിക്കുന്ന മാനേജർക്ക് ഇത് ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവർ 5 വർഷത്തെ ഡേറ്റ എടുക്കുന്നു. ആ ഡേറ്റയിൽ നോക്കുമ്പോൾ എല്ലാ വർഷവും ഇതേ ഫിനോമിനൻ നമ്മൾ കാണുന്നു. 3-4 മാസങ്ങളിൽ സെയിൽസ് വളരെ കൂടുന്നു. സ്വാഭാവികമായിട്ട് ആ മാസങ്ങളുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് കാണുന്ന ആ സമയത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നോക്കുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ ഇസ് ബിറ്റ്വീൻ 35 and 50 ഡിഗ്രി സെൽഷ്യസ്. അവിടെ ഒരു കോറിലേഷൻ കിട്ടുകയാണ്. 35 and 50 ഡിഗ്രി സെൽഷ്യസ് ഇസ് റിലേറ്റഡ് ടു ഹയർ കൺസംപ്ഷൻ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എല്ലാ വർഷവും 3 മാസം സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കൺസംപ്ഷൻ കൂടുതലാണ് എന്ന് മാത്രമാണ് പുറമേക്ക് കാണുന്നത്. എന്നാൽ ആഴത്തിൽ നമ്മൾ ഈ ഡേറ്റ പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ 3 മാസങ്ങളിൽ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സമ്മർ ആയിട്ട് കണക്കാക്കി സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ സെയിൽസ് കൂടുതലാവുന്നുണ്ട്. അപ്പൊ ആ മാസങ്ങളിൽ സ്പെഷ്യലായിട്ട് പ്രൊമോഷന്റെ ആവശ്യമില്ല, പകരം സ്റ്റോക്ക് കൂടുതൽ പുഷ് ചെയ്യാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം, ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ചേഞ്ചസ് വരാം. വേനൽ മാസങ്ങൾ ഇപ്പോൾ കൂടുന്നു, 3 മാസങ്ങൾ വരെ 5 മാസമായി മാറുന്നു. അപ്പൊ നമ്മളെപ്പോഴും ടെമ്പറേച്ചറിനെ കുറിച്ചും ക്ലൈമറ്റ് കണ്ടീഷൻസിനെ കുറിച്ചും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിംഗ് നടത്തണം. അപ്പൊ ഈ രീതിയിൽ ഒരു പ്രശ്നത്തിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. ബിഗ് ഡേറ്റയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു സിദ്ധാന്തമാണ്, മറ്റൊരു ആപ്ലിക്കേഷനാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. അടുത്തത് പ്രഡിക്റ്റീവ് അനാലിസിസ്. ഭൂതകാലങ്ങളിൽ, അതായത് പാസ്റ്റിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയും. പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വരാൻ പോകുന്ന, അതായത് ഭാവി കാലം പ്രവചിക്കുന്നതിനെയാണ് നമ്മൾ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പാസ്റ്റ് അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ കാണുകയാണ് 80% മാർക്കോടെ വരുന്ന കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഡിഗ്രിക്ക് ചേർന്ന് കഴിയുമ്പോൾ അവരുടെ റിസൾട്ട് ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾക്ക് ഒരു 90% റിസൾട്ട് കിട്ടുന്നുണ്ട്. ആവറേജ് എൻട്രി മാർക്ക് 80% ആണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ ഡിഗ്രി കോഴ്സിൽ ചേരുന്ന കുട്ടികളുടെ ആവറേജ് എൻട്രി മാർക്ക് 90% ആണെങ്കിൽ ആ ക്ലാസ്സിന്റെ ഡിഗ്രി എൻഡിൽ വരുന്ന റിസൾട്ട് അറൌണ്ട് 80% ആയിരിക്കും. എൻട്രി പെർസെൻറ്റേജ് മാർക്ക് കുറയുന്നതോടെ അനുസരിച്ച് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഡിഗ്രി എക്സിറ്റ് ചെയ്യുന്ന കുട്ടികളുടെ പാസ് പെർസെൻറ്റേജും കുറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്താണ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാവുന്നത്. നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാവുന്നത് ഡിഗ്രിക്ക് എൻറ്റർ ചെയ്യുന്ന പാസ് പെർസെൻറ്റേജും ഡിഗ്രി എക്സിറ്റ് ചെയ്യുന്ന പാസ് പെർസെൻറ്റേജും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ചുരുക്കത്തിൽ ഡിഗ്രിക്ക് എൻറ്റർ ചെയ്യുന്ന പാസ് പെർസെൻറ്റേജ് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി എക്സിറ്റ് ചെയ്യുന്ന പാസ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് പാസ്റ്റിലെ ഡേറ്റ റെഫർ ചെയ്തിട്ട് ഫ്യൂച്ചർ എങ്ങനെയിരിക്കും എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. പ്രഡിക്റ്റീവ് അനാലിസിസ് ബിഗ് ഡേറ്റയുടെ മറ്റൊരു ടെക്നോളജി, ബിഗ് ഡേറ്റയിൽ അപ്ലൈ ചെയ്താൽ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ്. ബിഗ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യമാണ് പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തത് ഡേറ്റ മോഡലിംഗ്. നമ്മൾ ഇതിനു മുൻപ് ഓപ്റ്റിമൈസേഷൻ എന്നൊരു കാര്യം പഠിച്ചിരുന്നു. ഓപ്റ്റിമൈസേഷൻ അതായത് പല ബിസിനസ് സിനാരിയോസ് നമ്മൾ ഇട്ടുകൊടുത്തിട്ട് ഓരോന്നിന്റെയും റിസൾട്ട് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കും. എന്നിട്ട് ഇതിൽ ഓപ്റ്റിമം സിനാരിയോ ഏതാണെന്ന് മനസ്സിലാക്കി നമ്മളത് ചൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ഡേറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ വേരിയബിൾസ് മാറ്റം വരുത്തിക്കൊണ്ടിരുന്നാൽ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ നോക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു സെയിൽസ് ഡേറ്റ കിട്ടി. നമ്മൾ ഈ സെയിൽസ് ഡേറ്റയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രൊഡക്റ്റിന്റെ പ്രൈസുകൾ. അപ്പൊ നമ്മളൊരു കാര്യം തീരുമാനിക്കണം, നമ്മൾ പ്രൊഡക്റ്റ് എയുടെ പ്രൈസ് 10% കൂട്ടി. 10% കൂട്ടിയാൽ എന്തായിരിക്കും അതിന്റെ സെയിൽസിന്മേലുള്ള ഇമ്പാക്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഏത് സ്റ്റോക്ക് നമ്മൾ കൂടുതൽ പുഷ് ചെയ്യും ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തേക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ബി, സി, ഡി എന്ന് 3 പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് സിയുടെ സ്റ്റോക്ക് അല്പം കൂട്ടി, പ്രൊഡക്റ്റ് ബിയുടെ സ്റ്റോക്ക് അല്പം കുറച്ചു, ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്ന സ്റ്റോക്ക് അല്പം കുറച്ചു. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് ടോട്ടൽ സെയിൽസ് റവന്യൂവിൽ എങ്ങനെ ബാധിക്കുന്നു? പ്രൊഡക്റ്റ് ബിയുടെ പ്രൈസ് വളരെ കൂടുതലാണ്, അത് അല്പം നമ്മൾ അതിന്റെ സ്റ്റോക്ക് കുറച്ചു, പ്രൈസിന് തൊട്ടില്ല, അതിന്റെ സ്റ്റോക്ക് അല്പം കുറച്ചു. നേരെ മറിച്ച് പ്രൊഡക്റ്റ് സിയുടെ പ്രൈസ് കുറവാണ്, അതിന്റെ സ്റ്റോക്ക് വളരെയധികം കൂട്ടി, കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്താണ്? പ്രൊഡക്റ്റ് ബി എന്ന് പറയുന്ന പ്രൈസ് കൂടുതലുള്ള വസ്തുവിന്റെ സ്റ്റോക്കിംഗ് കുറച്ചു, പ്രൊഡക്റ്റ് സി എന്ന് പറയുന്ന പ്രൈസ് കുറവുള്ള വസ്തുവിന്റെ സ്റ്റോക്ക് കൂട്ടി. ഇതിനോടൊപ്പം തന്നെ 10 ലക്ഷം രൂപയുടെ ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിൻ റൺ ചെയ്തു. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളുടെ കമ്പനിയുടെ റവന്യൂ വരുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻകം എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ട് പ്രൊഡക്റ്റ് ബിയുടെ സെയിൽസ് കൂടുന്നുണ്ടോ, പ്രൊഡക്റ്റ് ബിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം കുറയുന്നുണ്ടോ, ഇതിൽ നിന്ന് നമ്മൾ അഡ്വർടൈസിങ് മൂലം എത്ര സെയിൽസ് കൂടി, ഈ പറയുന്ന സിനാരിയോസ് എല്ലാം ആറ്റിക്കുറുക്കി നമ്മൾക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും.
ഇതുപോലെ 1000 വേരിയബിൾസ് നമുക്ക് മാറ്റിയെടുക്കാം. അഡ്വർടൈസിങ് വേണ്ടാന്ന് വെക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റ് എന്തായിരിക്കും? പ്രൊഡക്റ്റ് ബിയുടെ സ്റ്റോക്ക് കുറയ്ക്കുന്നതിന് പ്രൊഡക്റ്റ് ബിയുടെ സ്റ്റോക്ക് കൂട്ടി അതിന് പരസ്യം കൂടുതൽ കൊടുത്തു. പ്രൊഡക്റ്റ് സി പ്രൈസ് കുറഞ്ഞ പ്രൊഡക്റ്റ് ആണ്, നല്ല മൂവ്മെന്റ് ഓൾറെഡി ഉണ്ട്, അതിന് പരസ്യം കൊണ്ടൊന്നും വേണ്ട, അതിന്റെ സ്റ്റോക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. എന്തായിരിക്കും സിനാരിയോ? അങ്ങനെ മൾട്ടിപ്പിൾ സിനാരിയോസ് ഒരു ഡാറ്റയിൽ ഇൻപുട്ട് ചെയ്തിട്ട് ഏത് സിനാരിയോ ആയിരിക്കും കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ബെനിഫിഷ്യൽ എന്ന് മനസ്സിലാക്കുക. ഇതിനാണ് നമ്മൾ ഡേറ്റ മോഡലിംഗ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. 4, 5, 6 മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഏത് മോഡലാണ് നമുക്ക് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും. അപ്പൊ ബിഗ് ഡാറ്റ നമ്മളുടെ കൈവശം ഉണ്ടെങ്കിൽ, ധാരാളം ഡാറ്റ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് നമ്മൾക്ക് ഒരു മോഡൽ, ഒരു ഐഡിയൽ മോഡലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്ന ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ ഈ 5 കൺസെപ്റ്റുകളിലൂടെയാണ് ബിഗ് ഡാറ്റ നമ്മൾ കാര്യമായിട്ട് ബിഗ് ഡാറ്റയിൽ അപ്ലൈ ചെയ്യുന്ന ടെക്നോളജീസ് എന്ന് പറയുന്നത്. ബിഗ് ഡാറ്റയിൽ അപ്ലൈ ചെയ്യുന്ന ടെക്നോളജീസ് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാം. ബിസിനസ് ഇന്റലിജൻസ്, ബിസിനസ് ഡെസിഷൻസ് എടുക്കാൻ വേണ്ട ഉൾക്കാഴ്ചകൾ നമുക്ക് തരുന്നതാണ് ബിസിനസ് ഇന്റലിജൻസ്. വാസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്ത് മൈൻ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് ബിസിനസ്സിൽ അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഇതാണ് ബിഗ് ഡാറ്റയിൽ ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ജനറേഷൻ ഓഫ് ബിസിനസ് ഇന്റലിജൻസ്. രണ്ടാമത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ്. നമ്മുടെ കയ്യിൽ ഒരു ബിഗ് ഡാറ്റ വന്നു കഴിഞ്ഞാൽ അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, അതുപോലെ അനലിറ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് ചില ഫലങ്ങൾ, ചില റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നു. കൂടുതലും ഇതിൽ നടക്കുന്നത് സെൻസസ്, അതുപോലെ തന്നെ ഇലക്ഷൻ ഫലങ്ങളിൽ, അഭിപ്രായ സർവേകളിലെല്ലാം ഇത്തരം കാര്യങ്ങൾ വരുന്നു. തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള അഭിപ്രായ സർവേകളിൽ ഈ ആപ്ലിക്കേഷൻ വരുന്നു. അടുത്തത് ഡാറ്റ മൈനിങ്. ഒരു പ്രശ്നത്തിന് പുറമേയുള്ള ഒരു ഡാറ്റ അനാലിസിസ് അല്ലാതെ ആഴത്തിൽ ആ ഡാറ്റയെ കുറിച്ച്, ആ ഡാറ്റ വിശകലനം ചെയ്ത് നമ്മൾക്ക് ചില പ്രത്യേക രീതിയിലുള്ള കോറിലേഷനുകൾ, ചില പ്രത്യേക പാറ്റേൺസ്, രണ്ടും ഒരു കാര്യം എങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം അങ്ങനെയാണെന്ന് തമ്മിൽ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഒരു ബന്ധത്തിനാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കോറിലേഷൻ, ചില പാറ്റേൺസ് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരേ സമയത്ത് ഒരേപോലെ നടക്കുന്ന ഒരു പ്രതിഭാസത്തെ നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നു. ചില പാറ്റേൺസ് ഒക്കെ നമുക്ക് ഡീപ്പായിട്ട് ഡാറ്റ അനലൈസ് ചെയ്താൽ, ഒരുപാട് ആഴത്തിൽ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് മറ്റൊരു ടെക്നോളജി, ബിഗ് ഡാറ്റയുമായി ബന്ധപ്പെട്ട മറ്റൊരു ടെക്നോളജി, ഡാറ്റ മൈനിങ്. നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് പ്രിഡിക്റ്റീവ് അനാലിസിസ്. പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു, നമ്മൾ പ്രവചിക്കുന്നു. പ്രീവിയസ് ഒരു 4-5 വർഷത്തെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻസ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഇന്ന മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ പ്രിഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ടെക്നോളജി. അവസാനത്തേത് ഡാറ്റ മോഡലിംഗ്. ഡാറ്റ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റയിൽ ഇൻപുട്ട് കൊടുക്കുന്ന വേരിയബിൾസ് നമ്മൾ പല രീതിയിൽ മാറ്റി നോക്കി ഓരോന്നും ഓരോ സെപ്പറേറ്റ് മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഒരു സെപ്പറേറ്റ് മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഏത് മോഡലാണ് നമുക്ക് കൂടുതൽ ബെനിഫിഷ്യൽ എന്ന് മനസ്സിലാക്കുന്നത്. ഇതിനാണ് നമ്മൾ ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്നത്. ഈ 5 ടെക്നോളജീസ്, കൺസെപ്റ്റ്സ് ആണ് ബിഗ് ഡാറ്റയുടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബിഗ് ഡാറ്റ എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ പ്രയോഗത്തിൽ വരുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. Until we meet up for that, goodbye and thanks.